എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു റീയൂസ് ഐഡിയ ആയിട്ടാണ്. അതേ നമ്മുടെ ബാറ്ററിയുടെ റീയൂസാണ് ഇന്ന് നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു ബാറ്ററിയുടെ റീയൂസിനെ കുറിച്ച് ഓർക്കുന്നത്. അതുവരെ ഞാൻ അങ്ങനെ ബാറ്ററി റീയൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ കുറച്ചായിട്ട് അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചു. അങ്ങനെ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഈ ഒരു റീയൂസിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 9 ബാറ്ററികളാണ്. അപ്പോൾ ഇനി ക്ലോക്കിൻ്റെ ബാറ്ററിയൊക്കെ തീരുന്ന സമയത്ത് എടുത്ത് വയ്ക്കുക, ഇതുവരെ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ. എന്നിട്ട് ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും ഈ ബാറ്ററീൻ്റെ ആ ഒരു പേരൊക്കെ കാണുന്നത് വൃത്തികേടല്ലേ, അപ്പോൾ അതിനൊന്ന് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്ലാക്കിൻ്റെ ആളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോഴും എനിക്ക് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാനായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ബ്ലാക്ക് തന്നെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പെയിൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ വുളൻ ത്രെഡ് ഇല്ലേ, ആ ഒരു ത്രെഡ് ഏതെങ്കിലും എങ്ങനത്തെ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രെഡ് എല്ലാത്തിലും ചുറ്റി കൊടുത്താലും മതി. അല്ലെങ്കിൽ ടേപ്പില്ലേ, നമ്മുടെ വാഷി ടേപ്പ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചിട്ട് ചുറ്റി എടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ ഇപ്പോൾ ഇത് പെട്ടെന്ന് പെയിൻറ്റ് ചെയ്യാമല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ പെയിൻറ്റിംഗ് ആണ് ഈസി എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ ബ്ലാക്ക് കളർ കൊടുത്ത് എടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ബോട്ടിലിനൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് ഉണങ്ങാൻ എടുക്കുന്ന പോലെ ഒരുപാട് ടൈമൊന്നും എടുത്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ടൈമൊക്കെ എടുക്കുന്നു. അപ്പോൾ എന്തായാലും ദേ നമ്മുടെ ബാറ്ററികളൊക്കെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പേപ്പർ കപ്പാണ്. ഞാനപ്പോൾ ഒരു 4 എണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ 3 എണ്ണേ കാണുള്ളൂ, പിന്നെ എനിക്ക് ഒരെണ്ണം കൂടി ഞാൻ എടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് 4 എണ്ണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഇത്രയ്ക്കൊരു ഹൈറ്റ് വേണ്ട, ഒരു 3.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. അപ്പോൾ ഇങ്ങനത്തെ പേപ്പർ കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുത്താൽ മതി. പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടിഭാഗം ഒരു പാത്രം പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ, അങ്ങനെ മതി. ഇപ്പോൾ മരുന്നിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്തു നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഇങ്ങനെ ആ ഒരു ഹൈറ്റ് അടയാളപ്പെടുത്തിയിട്ട് ശരിക്കും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് ഇപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളർ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ എന്തായാലും കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ കൊടുക്കണ്ട, ഉള്ളിൽ ചെറുതായിട്ടൊരു ഒരൊറ്റ ആ ഒരു തുമ്പ് ഭാഗത്ത് മാത്രം ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫുള്ള് കൊടുത്തിട്ട് കാണിക്കാം. ഉള്ളിൽ ഞാനതേ ഇതുപോലെ ഒരു ബോർഡർ പോലെ കുറച്ചൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു 4 CD ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ CD ഇല്ലെങ്കിൽ കാർഡ്ബോർഡ് റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്താൽ മതി, കാർഡ്ബോർഡിൻ്റെ പീസ് കേട്ടോ. ഇനി ഞാൻ ഇതുപോലത്തെ ഫോം ഷീറ്റ് ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് റൗണ്ടിലൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫോം ഷീറ്റിന് പകരം നിങ്ങൾക്ക് ഭംഗിയുള്ള ഏതെങ്കിലും ചെറിയ പീസ് പേപ്പർ കട്ട് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ എത്ര CD ഉണ്ടോ അതിനനുസരിച്ച് റൗണ്ടുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവിക്കോളോ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, അപ്പോൾ നടുവിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ. അപ്പോൾ പ്രിൻറ്റഡ് പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ സിൽവർ കളറുള്ള വാഷി ടേപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ സെൻറ്ററിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതൊരു ഡിസൈൻ, ഒരു മാച്ചൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ എനിക്ക് തോന്നിയപ്പോൾ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്താൽ മതി. ഓരോ ഡെക്കറേഷൻസ് അല്ലേ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഈ ഒരു വാഷി ടേപ്പിന് പകരം നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളറുള്ള സാറ്റിൻ റിബണൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ പെയിൻറ്റ് ചെയ്താലും മതി. ഇനി ഇതിൻ്റെ ഫൈനൽ പാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ CD-യിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് അപ്പോൾ കുറച്ചധികം നന്നായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ബാറ്ററികൾ ഇങ്ങനെ ഒട്ടിക്കുക. അപ്പോൾ 3 എണ്ണമാണ് ഞാൻ ഒരേ സ്പേസ് ഇടവിട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ നന്നായിട്ട് ചൂടായ ശേഷമേ ഒട്ടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നന്നായിട്ട് ഒട്ടി നിൽക്കില്ല. കറക്റ്റായിട്ട് നല്ലോണം പശയാക്കിയിട്ട് ഒട്ടിക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ 3 എണ്ണം. ഇനി ഇതിൻ്റെ മോൾ ഭാഗത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഗ്ലൂ ആക്കാം. എന്നിട്ട് അടുത്ത CD വയ്ക്കുക. അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ഫുള്ളും ചെയ്യുക കേട്ടോ.
ഇതിപ്പോൾ ഇങ്ങനെയാണ് ആയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലും ആ ഒരു ബ്ലാക്ക് ഫോം ഷീറ്റ് ഒട്ടിക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് ഈ ഒരു CD-യിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ CD-യിലാണ് ഞാൻ ഇതുപോലെ നമ്മുടെ കിച്ചണിലെ പപ്പടക്കോലില്ലേ, അത് ഗ്യാസിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഹോളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒട്ടിക്കുന്നേക്കാളും മുമ്പാണ് ഇത് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ ഞാൻ എന്തോ അത് പെട്ടെന്ന് വിട്ടുപോയി, അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാണ്. അപ്പോൾ ഞാനത് ചെയ്തിട്ട് വരാം കേട്ടോ. ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുമ്പോൾ കുറച്ച് ടഫായി മാറി എനിക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ചെയ്താൽ മതി കേട്ടോ. കണ്ടോ? അപ്പോൾ ഞാനിത് ഇതുപോലെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനും ഒരു ഫോം ഷീറ്റിൻ്റെ റൗണ്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഇതിന് മാത്രം അല്ലെങ്കിൽ അതൊരു ഭംഗി കേട്ടല്ലേ. അപ്പോൾ ഞാനിത് അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ പേപ്പർ കപ്പ് എടുക്കുകയാണ്. അപ്പോൾ മുകളിൽ വെക്കുന്ന പേപ്പർ കപ്പിന് ഞാൻ ഫുള്ളും പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസൈൻ, ആ ഒരു വാഷി ടേപ്പ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇടവിട്ടിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ഡിസൈൻ ഒരു മാച്ചിങ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊക്കെ ഓപ്ഷണൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഈ കപ്പിൻ്റെ അടിയിൽ ലേശം ഗമ്മാക്കിയിട്ട് ഞാൻ ടോപ്പിലത്തെ മാത്രം ഒന്ന് ഒട്ടിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഉള്ളിലുള്ളതൊന്നും പിന്നെ ഒട്ടിക്കണ്ട. അപ്പോൾ നമ്മുടെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉള്ളിലത്തെ പേപ്പർ കപ്പുകളൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ വെച്ച് കൊടുക്കാം. മുകളിലത്തെ പിന്നെ ഞാൻ അങ്ങനെ ഫിക്സ് ചെയ്തേ ഉള്ളൂ, കണ്ടില്ലേ. ഇനി നമുക്കിതിൽ കമ്മലുകൾ, സേഫ്റ്റി പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം. നല്ല ഗ്രിപ്പ് ഉണ്ട് കേട്ടോ, CD ആയതുകൊണ്ട് ഒട്ടും അങ്ങനെ ചെരിഞ്ഞ് വീഴുന്നൊന്നുമില്ല. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഹാങ് ചെയ്യുന്ന ടൈപ്പ് കമ്മലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹോളിൽ കൊളുത്തിയിടാം കേട്ടോ. അതിനാണ് ഞാൻ ഇങ്ങനെ ഹോള് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കബോർഡിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പൊടിയാവേ ഇല്ല. അപ്പോൾ ഞാൻ ഇതിൽ ഹാങ് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്തിടാം. അതുപോലെ ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല ക്ലിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഒട്ടും തന്നെ വീഴൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് തന്നെ നമുക്കിതിൽ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഏറ്റവും ടോപ്പിൽ ഞാൻ ഇതുപോലൊരു ബാർബി ഗേളിന് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അതിപ്പോൾ ഇത് ഗേൾസിനുള്ളതാണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ഓർഗനൈസർ? സൂപ്പറായിട്ട് നമുക്ക് എല്ലാം തന്നെ ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ബാറ്ററി കുറച്ച് തടിയുള്ള സംഭവം ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു പില്ലേഴ്സൊക്കെ സ്ട്രോങ് ആണ്. അതുപോലെ CD ആയതുകൊണ്ട് നല്ല ഗ്രിപ്പും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് മറിഞ്ഞ് വീഴൊന്നുമില്ല, അതാരും പേടിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഐഡിയയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. പിന്നെ ഇതുപോലത്തെ റീയൂസ് ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരുപാട് ഐഡിയാസ് ഞാൻ ഈ ഒരു ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതുതായി വന്നവരൊക്കെ കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക വിവരങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡ് നിങ്ങൾക്ക് അറിയുമോയെന്ന് അറിയില്ല, ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും. അറിയാത്തവർ അതിനി കാണുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്നാണ് ആ ഒരു പേജിൻ്റെ പേര്. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ നല്ലൊരു കിഡിലിൻ ഐഡിയ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.